പവിത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എസ് ഐ സാബു പറഞ്ഞതനുസരിച്ച് മാഷും വിനായകനും വിശ്വവും സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. എസ് ഐ സാബു മാഷിനോട് ചോദിച്ചു, എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് മാഷേ? അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതെന്നോട് പറഞ്ഞാൽ പോരെ? ഇത് കേട്ട് മാഷൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സാബു വിശ്വത്തിനോട് ചോദിച്ചു, പറ വിശ്വ, അനിയൻ എവിടെയാ? ഇത് കേട്ട് വിശ്വം പറഞ്ഞു, എനിക്കറിയില്ല സാറേ. സാബു വിനായകനോടും ചോദിച്ചു. അറിയില്ലെന്ന് തന്നെ വിനായകനും മറുപടി നൽകി. മാഷ് പറഞ്ഞു, നിങ്ങളോട് ഇതേ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മാഷിന്റെ മറുപടി കേട്ട് സാബു പറഞ്ഞു, വരുണിനെ കൊലപ്പെടുത്തിയ ശേഷം വിക്രം നിങ്ങളുടെ വീട്ടിൽ വന്നില്ലെന്നാണോ? അവൻ കൊലപ്പെടുത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടോ? മാഷ് ചോദിച്ചു. മാഷേ, ഇത് പോലീസ് സ്റ്റേഷനാ, ഇവിടെ കയറി ഇങ്ങോട്ട് ചോദ്യം ചെയ്യണ്ട, മനസ്സിലായോ? അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അവൻ അങ്ങോട്ട് വന്നിട്ടില്ല സാറേ. അവനെ നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതങ്ങോട്ട് സമ്മതിച്ചാൽ ഞങ്ങൾക്ക് പോയി തിരഞ്ഞു പിടിക്കാൻ എളുപ്പമായി. അതല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നതനുസരിച്ച് നിങ്ങളും കഷ്ടപ്പെടും. അത് വേണോ വിനായക? അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ട ആളുകളുണ്ട്, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടവരുമുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു ഒളിത്താവളത്തിലും അവൻ കയറി ഒളിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സമയം മെനക്കെടുത്താതെ പറ മാഷേ, അവൻ എവിടെയുണ്ട്? സാബു ചോദിച്ചു. അവൻ വീട്ടിൽ വന്നതും പോയതും സത്യമാണ്. പക്ഷേ അവനല്ല അത് ചെയ്തതെന്ന് എന്നോട് ഏറ്റു പറഞ്ഞിട്ടാണ് പോയത്. അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാഷ് പറയുന്നത് കേട്ട് സാബു ചോദിച്ചു, ആരെ പറ്റിയാടോ താൻ വാദിക്കുന്നത്? എത്ര കേസുകൾ അവനെതിരെ ഈ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ തനിക്ക്? എന്നിട്ട് ഒന്നിൽ പോലും കോടതി അവനെ ശിക്ഷിച്ചില്ലല്ലോ സാറേ, അതെന്താ? ശരിയാണ്, എന്റെ മകൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിട്ടാ. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി അവന് ചാർത്തിക്കൊടുത്ത പട്ടം ഞാൻ അംഗീകരിക്കണോ? അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ എന്നോട് പറയുമായിരുന്നു. പകരം അവനല്ലെന്നാ പറഞ്ഞത്. എന്നോട് അവൻ നുണ പറയില്ല. നിങ്ങൾ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് അവൻ ക്ലബിൽ ക്യാരംസ് കളിക്കുകയായിരുന്നു. അതിന് സാക്ഷികളുമുണ്ട്, മാഷ് പറഞ്ഞു. ഓഹോ, അപ്പോൾ താൻ സാക്ഷികളെയൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? സാബു ചോദിച്ചു. സത്യത്തിന്റെ കൈ മുറുകെ പിടിക്കുന്നവർക്ക് ഒന്നും കൃത്രിമമായി സംഘടിപ്പിക്കേണ്ട സാറേ. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകില്ല. മാഷ് പറയുന്നത് കേട്ട് സാബുവിന് ദേഷ്യം വന്നു. ഭാ, വായടയ്ക്കടോ പന്ന മാഷെ. ഞാൻ പറയുന്നു, തന്റെ മകനാണ് ഇത് ചെയ്തതെന്ന്. അവൻ വരുണിനെ കൊന്ന് ഒളിവിൽ പോയി. അവനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അവന്റെ അച്ഛനും ചേട്ടന്മാരും. സകല എണ്ണത്തിനെയും ഞാൻ അകത്തിടും. കാണണോ തനിക്ക്? സാബുവിന്റെ ചോദ്യം കേട്ട് വിശ്വം പറഞ്ഞു, അയ്യോ സാറേ വേണ്ട. കിടന്നു മോങ്ങാതെടാ വിശ്വം, ഇയാൾ ഒരു ചുക്കും ചെയ്യില്ല. ആ വാസവന്റെ മകനെ കൊന്നത് ആരാണെന്ന് കോടതിയിൽ തെളിയുന്നത് നമുക്ക് കാണാം. ഏതൊക്കെയോ എംബോക്കിയുടെ കയ്യിൽ നിന്ന് നാണം കെട്ട് കാശ് വാങ്ങി എന്റെ മകന്റെ പേരിൽ കൊലപാതക കുറ്റം ചാർത്തിക്കെട്ടാൻ നോക്കുന്ന തന്നെപ്പോലുള്ള പോലീസുകാരാ കോടതിയിൽ തല കുനിച്ചു നിൽക്കാൻ പോകുന്നത്. അല്ലാതെ ഞാനും എന്റെ മക്കളുമല്ല. മാഷ് ഇത് പറഞ്ഞു തീരുന്നതും സാബു മാഷിന്റെ കർണത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഇത് പോലീസ് സ്റ്റേഷനാ, കാക്കിയിട്ട പോലീസുകാരാ, അതറിഞ്ഞ് വായാടിയാ മതി കേട്ടോടോ പന്ന മാഷെ, സാബു പറഞ്ഞു. എന്നിട്ട് ഒരു പോലീസുകാരനെ അടുത്തേക്ക് വിളിച്ചു. ഇവരെ അകത്തെ മുറിയിലാക്ക്, എനിക്കൊന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. അങ്ങനെ ആ പോലീസുകാരൻ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ നേരം എന്തോ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് വിക്രം. ശബ്ദം കേട്ട് അടുത്ത മുറിയിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഇഷിത വിക്രത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഇഷിത വിക്രമിനോട് ചോദിച്ചു, വേദന കാരണം എഴുന്നേറ്റതാണോ അതോ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? ഞാൻ വീട്ടുകാരെ പറ്റി ഓർത്തു. അവരെ ആരും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടില്ല, അതുറപ്പാ, വിക്രം പറഞ്ഞു. അതേക്കുറിച്ച് ഇവിടെ കിടന്ന് ഓർക്കണോ? ഈ രാജ്യത്ത് ഒരു നിയമ സംവിധാനമില്ലേ? നമുക്ക് അതുവഴി നോക്കാന്നേ, ഇഷിത വിക്രമിനോട് പറഞ്ഞു. അനുഭവിക്കാനുള്ളത് മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞിട്ട് നിയമം വഴി പോരാടിയിട്ട് എന്ത് കാര്യം? ഇപ്പോഴത്തെ അവരുടെ പ്രധാന പ്രശ്നം എന്നെ കിട്ടാത്തതായിരിക്കും. അതിനുള്ള ഫലം മുഴുവനും എന്റെ വീട്ടുകാർ അനുഭവിച്ച് തീർക്കേണ്ടി വരും, വിക്രം പറഞ്ഞു. വിക്രം കുറെയൊക്കെ ആലോചിച്ചുണ്ടാക്കുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാലോ. വാർത്തകൾ അറിയാൻ പറ്റാത്ത കാലമൊന്നുമല്ലല്ലോ, ഇഷിത ചോദിച്ചു. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം, വിക്രം പറഞ്ഞു. ഇഷിത വേദയെ വിളിച്ചു. നിന്റെ ആള് ഇവിടെ കിടന്ന് കെട്ടുപൊട്ടിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ഫോൺ വിക്രമിനെ ഏൽപ്പിച്ച് ഇഷിത പോയി. വേദ ചോദിച്ചു, എന്താ പ്രശ്നം? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഒരു മൈതാനത്തിന് നടുക്ക് അച്ഛനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു. ചുറ്റും ആളുകളുണ്ട്. അച്ഛനെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു, വിക്രം പറഞ്ഞു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, വേദ പറഞ്ഞു. അത് ശരിയായിരിക്കാം, പക്ഷേ അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിനക്കറിയാലോ, വാസവൻ കലി തുള്ളി നടക്കാം. എന്നെ കിട്ടാത്തതിന്റെ ചൊരുക്ക് മുഴുവൻ അയാൾ എന്റെ കുടുംബത്തോട് തീർക്കും, പ്രത്യേകിച്ച് അച്ഛനോട്. അച്ഛനെ നാണം കെടുത്തിയാലേ എന്നെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം, വിക്രം പറഞ്ഞു. വിക്രം വിഷമിക്കാതിരിക്കെ, ഞാൻ അന്വേഷിക്കാം, വേദ പറഞ്ഞു. ഒന്ന് വീട് വരെ ചെല്ലാൻ പറ്റുമോ? വിക്രം ചോദിച്ചു. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാമെന്നേ,
തൽക്കാലം അവിടെ വിശ്രമിക്കുക. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാം. എത്രയും വേഗം വിളിക്കാം. വേദ വിക്രമിനെ സമാധാനിപ്പിച്ചു. വേദ കമലയെ വിളിച്ചു. വല്ലാതെ വിഷമിച്ചിരുന്ന കമല വേദയുടെ കോൾ കണ്ട് സന്തോഷത്തോടെ ഫോൺ എടുത്തു. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദയോട് ചോദിച്ചു, നീ എന്തിനാ മോളെ ഇവിടെ നിന്ന് പോയത്? ഈ സമയത്ത് അമ്മയുടെ അടുത്ത് മോൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നുക അമ്മയ്ക്ക്. ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടെന്ന് കരുതിക്കോളൂ അമ്മേ. വേദ എങ്ങോട്ടും പോയിട്ടില്ല, വേദ പറഞ്ഞു. അവനെപ്പറ്റി നിനക്കെന്തെങ്കിലും വിവരമുണ്ടോ മോളെ? മാഷ് പറയുന്നത് അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടായിരിക്കുമെന്നാ. അങ്ങനെയാണോ മോളെ? കമല ചോദിച്ചു. ആവും അമ്മേ, വിക്രത്തിന് ഒന്നും സംഭവിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരുന്നോളൂ, വേദ പറഞ്ഞു. എനിക്കെന്ത് ധൈര്യം മോളെ? എൻ്റെ മനസ്സിന് ധൈര്യം കിട്ടണമെങ്കിൽ അവനും മോളും എൻ്റെ അടുത്തുണ്ടാകണം. ഇനി അതൊരിക്കലും നടക്കില്ലല്ലോ. നിന്നെ കാണാൻ വന്ന അന്ന് തിരിച്ചു വന്നപ്പോൾ മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നീ അധികകാലം അവിടെ നിൽക്കില്ല എന്ന്. ശരിയാണോ മോളെ? നീ തിരിച്ചു വരുമെന്ന് ഉറപ്പാണോ? പറ മോളെ, കമല ചോദിച്ചു. ആദ്യം വിക്രത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. എന്നിട്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് തീർന്നാൽ ഞാൻ വരും, ഉറപ്പായും വരും, വേദ പറഞ്ഞു. നീ പറഞ്ഞത് സത്യമല്ലേ മോളെ? അമ്മയെ വെറുതെ പറ്റിക്കുകയല്ലോ? കമല ചോദിച്ചു. അല്ലമ്മേ, പക്ഷേ ഈ കാര്യം അമ്മയും ഞാനും മാത്രമേ അറിയാവൂ. വേറെ ആരോടും അമ്മ ഇത് പറയരുത്, വേദ പറഞ്ഞു. ഇല്ല മോളെ, പക്ഷേ എന്റെ മാഷിനോട് ഞാനിത് പറയും. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല, കമല പറഞ്ഞു. ആയിക്കോട്ടെ, അച്ഛൻ എവിടെയുണ്ട്? വേദ ചോദിച്ചു. ഞാനതോർത്ത് വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാ മോള് വിളിച്ചത്. ഇന്നലെ രാത്രി സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു. അച്ഛനോടും വിശ്വനോടും വിനായകനോടും ഇന്ന് രാവിലെ സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ട്. ഇറങ്ങാറായില്ലേ എന്ന് ചോദിച്ച് ആ SI രാവിലെ വീണ്ടും വിളിച്ചിരുന്നു. അപ്പോൾ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ശ്രീജയും ഞാനും നന്ദിനിയും കുറെ തവണ വിളിച്ചു നോക്കി, എടുക്കുന്നില്ല മോളെ, കമല പറഞ്ഞു. പേടിക്കണ്ടമ്മേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, വേദ പറഞ്ഞു. ആ SI ഒരു വൃത്തികെട്ടവനാ, അതേ ഉള്ളൂ വിഷമം, കമല പറഞ്ഞു. ഒരു കുഴപ്പവും ഉണ്ടാവില്ല അമ്മ, ധൈര്യമായിട്ടിരിക്കെ, വേദ പറഞ്ഞു. എന്തായാലും മോള് വിളിച്ചല്ലോ, അത് തന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി, കമല പറഞ്ഞു. അമ്മയുടെ ശബ്ദം കേൾക്കണം എന്ന് എനിക്കും തോന്നി. ശരിയമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കട്ടെ, വേദ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കാത്തത് കൊണ്ട് വേദ ദർശനെ വിളിച്ചു. ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ദർശൻ ഒന്ന് സഹായിക്കുമോ? വേദ സംഭവങ്ങളെല്ലാം ദർശനോട് പറഞ്ഞു. ഇതേസമയം സ്റ്റേഷനിൽ SI സാബു വിനായകനെയും വിശ്വത്തിനെയും നല്ലോണം ഉപദ്രവിച്ചു. അതുകണ്ട് സഹിക്കാനാകാതെ മാഷ് നെഞ്ചുപൊട്ടി കരഞ്ഞു. അടുത്ത എപ്പിസോഡിൽ വേദ ദീപ്തിയോട് പറയുകയാണ്, വിക്രം അത് ചെയ്തിട്ടില്ല, ഒരിക്കലും വിക്രം അത് ചെയ്യില്ല. ഇത് കേട്ട് ദീപ്തി പറഞ്ഞു, ഇല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. ഞാനിനി എന്റെ ജീവിതം ഹോമിക്കാൻ പോകുന്നില്ല, ഉറപ്പ്. കൂടാതെ വീട്ടിലെത്തിയ മാഷ് എല്ലാവരോടുമായി പറയുകയാണ്, വിക്രമിനെതിരെ ഒരവസരം കിട്ടിയപ്പോൾ എല്ലാ ക്ഷുദ്രജീവികളും കൂടി ഒരുമിച്ചിറങ്ങിയിരിക്കുക. അവനുണ്ടായിരുന്നെങ്കിൽ ആ ഇൻസ്പെക്ടർ ഇതിനുവേണ്ടി മുതിരുമായിരുന്നോ? അവനില്ല എന്ന ധൈര്യമാണ് അയാൾക്ക്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരേക്കും ബൈ.